ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഭൂരിഭാഗം ആൾക്കാരും മനസ്സിലാക്കാത്ത കാര്യവുമാണ്. ആരാണ് ആദ്യം, എന്താണ് ആദ്യം, എങ്ങനെയാണ് ആദ്യം, എപ്പോഴാണ് ആദ്യം എന്ന് ഈ സെക്കൻഡ് വരെ ആർക്കും അത് കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും ഏകദേശം ഉദ്ദേശം ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും അങ്ങനെ തന്നെയാണ്. ശാസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നില്ലേ, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, ശാസ്ത്രം വളരുന്നില്ലേ, ശാസ്ത്രം പുരോഗമിക്കുന്നില്ലേ, ശാസ്ത്രത്തിൽ നിന്ന് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. അത് കൺമുൻപിലുള്ള കാര്യങ്ങളാണ്. ഈശ്വരനുണ്ടോ ഈശ്വരൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിലും അതിൻ്റെ പിന്നാലെ പായുന്ന ആളുകളുടെ അളവുകളുടെ എണ്ണവും ആ രീതിയും വളരെ കുറവാണ്. എന്നാലും കൂടുതൽ ആൾക്കാർ സ്വന്തം കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് ഭഗവാനെ തന്നെ വിളിക്കാറുണ്ട്, ഈശ്വരനെ വിളിക്കാറുണ്ട്. പല രൂപത്തിലായാലും പല ഭാവത്തിലായാലും പല രീതിയിലായാലും അതെല്ലാം ചെയ്യാറുണ്ട്. ശാസ്ത്രം എപ്പോഴുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. അതുപോലെ തന്നെയാണ് ദൈവം എങ്ങനെ ഉണ്ടായി, എപ്പോഴുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് ഒരു ഉത്തരവും ഇല്ല. പക്ഷേ ശാസ്ത്രത്തിനെ കൂട്ടുപിടിക്കുന്ന ആൾക്കാർ ശാസ്ത്രത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അവസാനം അവർ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അവർ ദൈവത്തെ വിളിക്കും. പക്ഷെ ദൈവത്തെയും വിളിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശാസ്ത്രത്തെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല. അതൊരു വലിയൊരു സത്യമാണ്, അതൊരു വലിയൊരു രഹസ്യമാണ്, അതൊരു വലിയ നേട്ടമാണ്. അതിന് അതിൻ്റേതായ പ്രാധാന്യവും ഉണ്ട്. ആര് എങ്ങനെ പ്രാർത്ഥിച്ചാലും ഏത് രീതിയിൽ പ്രാർത്ഥിച്ചാലും ഭഗവാൻ അത് കേൾക്കുന്നുണ്ടെന്നും ഉൾക്കൊള്ളുന്നുണ്ടെന്നും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നു എന്നും 100% ആൾക്കാർക്കും അറിയാം. 100% ആൾക്കാർക്കും അറിയാം. അനുഭവിച്ച ആൾക്കാർക്കും അറിയാം, അനുഭവിക്കാത്ത ആൾക്കാർക്കും അറിയാം, വിളിക്കുന്ന ആൾക്കാർക്കും അറിയാം, വിളിക്കാത്ത ആൾക്കാർക്കും അറിയാം. നമ്മുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഭഗവാന് കഴിയും എന്ന് 100% വിശ്വാസവുമാണ്, അനുഭവവുമാണ്. അതേപക്ഷെ ഒരു ശാസ്ത്രം പരാജയപ്പെട്ടാൽ ആ ശാസ്ത്രത്തിനെ അല്ല അഭയം പ്രാപിക്കുന്നത്, ഈശ്വരൻ എന്ന വൻ ശക്തിയാണ് അഭയം പ്രാപിക്കുന്നത്. ഒരു മനുഷ്യൻ പരാജയപ്പെട്ടാലും അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും അവൻ ആധുനിക ഉപകരണങ്ങളും ആധുനിക കാര്യങ്ങളും എല്ലാം വേണമെങ്കിലും അദൃശ്യ ശക്തി ഞങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെന്നും രക്ഷിക്കാൻ കഴിവുണ്ടെന്നും ആ ശക്തിക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ എന്നും 100% ആൾക്കാർക്ക് അറിയാമെങ്കിലും ശാസ്ത്രത്തിന് മുൻ തൂക്കം തന്നെ അവർ കൊടുക്കും. എല്ലാവരുടെ കാര്യമല്ല, കൂടുതൽ ആൾക്കാരും അതിന് കൊടുക്കും. ആ ശാസ്ത്രം പരാജയപ്പെട്ടു എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ അവർ ദൈവത്തെ വിളിക്കാറുള്ളൂ, ദൈവത്തോട് അപേക്ഷിക്കാറുള്ളൂ, ദൈവത്തോട് ചോദിച്ച് വാങ്ങാറുള്ളൂ. തുടക്കം മുതലേ അവരത് ചെയ്യുകയില്ല. കാരണം തൻ്റെ ശക്തിയിൽ, തൻ്റെ അളവിൽ, തൻ്റെ ശാസ്ത്രത്തിൽ, തൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ, തങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ അവർ തയ്യാറേ അല്ല. അത് പരാജയപ്പെട്ടു, ഇനി അടുത്ത ഘട്ടം നമ്മളുടെ ഇല്ല എന്ന് ബോധം വരുന്ന നിമിഷം മാത്രമാണ് അവർ ദൈവത്തെ ആശ്രയിക്കുന്നതും വിളിക്കുന്നതും തൽക്കാല ശാന്തിക്ക്. അല്ലെങ്കിൽ ആ കാര്യം വിജയിച്ചെടുക്കാൻ, അല്ലെങ്കിൽ തൻ്റെ അഭിലാഷം സാധിച്ചെടുക്കാൻ. അപ്പോഴും മാത്രമാണ് ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നത്. തുടക്കം മുതലേ ഈശ്വരൻ്റെ പിന്നാലെ പോകുന്ന ഒരാൾക്ക് എന്ത് വന്നാലും തന്നെ താങ്ങാനുള്ള, തന്നെ സഹിക്കാനുള്ള, തനിക്ക് വേണ്ടുന്നതെല്ലാം തരാനുള്ള ഒരു കഴിവ് ഈ വൻ ശക്തിക്ക് ഉണ്ട് എന്നുള്ള ബോധം ഉള്ളവർ ആദ്യം മുതൽ അവസാനം വരെയും അതിനെ പിന്തുടരുകയും ചെയ്യും. ആ സത്യം നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അത് കാരണമാണ്
ഇന്നും ഈ ലോകം നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈശ്വരനിൽ നിന്നും പരാജയം സംഭവിച്ചാൽ ഈശ്വരനെ വിളിക്കാറുള്ളൂ, ശാസ്ത്രത്തെ വിളിക്കാറില്ല. ശാസ്ത്രം പരാജയപ്പെട്ടാൽ ഈശ്വരനെ വിളിക്കാറുണ്ട്. 100% സത്യമായ കാര്യം. അപ്പോൾ ഏതാണെന്നുള്ളത് തീരുമാനം എടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. അതിൻ്റെ ആഴവും നമ്മുടേലാണ്. മനുഷ്യ ജന്മങ്ങൾക്ക് തിരിച്ചറിവും ബോധവും ഉണ്ടാക്കേണ്ടതും നമ്മളിലാണ്. എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും. എല്ലാ ആൾക്കാർക്കും ഇത് എടുക്കാനും കഴിയും. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയും. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ.